ഞങ്ങളൊരു 3 days ഗേൾസ് ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ ഊട്ടിയിലേക്കാണ്. ഇവരൊക്കെയാണ് എൻ്റെ കൂടെ ട്രിപ്പ് വന്ന ഫ്രണ്ട്സ്. ഞങ്ങൾ ആലുവയിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. SBC ഇൻ്റർസിറ്റി ആണ്. ഇത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഞങ്ങൾ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടെ നിന്നൊരു 3.5 മണിക്കൂർ ആ റേഞ്ചിലേക്ക് ജേർണി ഉള്ളൂ. രാവിലെ 9:27 ആലുവയിൽ നിന്ന്. ഉച്ചയ്ക്ക് 12:45 കഴിയുമ്പോഴാണ് ഈ ട്രെയിൻ കോയമ്പത്തൂർ സ്റ്റേഷനിൽ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കണം. അങ്ങനെ ഇവിടെ ഞങ്ങൾ റെഡ് ടാക്സി ബുക്ക് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളുടെ നാട്ടിലെ യൂബർ മാതിരിയാണ് ഇവിടുത്തെ റെഡ് ടാക്സി. ഞങ്ങളുടെ ഹരിഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് കഴിക്കാൻ വന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ബോത്ത് വെജും നോൺ വെജും ഒക്കെ ഉള്ള. ഞങ്ങളിവിടുന്ന് ബിരിയാണിയാണ് വാങ്ങിച്ചത്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമാവും. പിന്നെ റേറ്റും അത്യാവശ്യം നല്ല കൂടുതലായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും റെഡ് ടാക്സി ബുക്ക് ചെയ്തിട്ട് കൂനൂർക്ക് പോവുകയാണ്. അവിടുന്ന് കൂനൂർക്ക് ഒരു 3.5 മണിക്കൂർ ജേർണി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്സിലും പോവാം. ടാക്സിക്ക് 2000 സംതിങ് ആണ് റേറ്റ് ആയത്. ഞങ്ങൾ പിന്നെ 4 പേര് ഷെയർ ചെയ്യാനുള്ള ടാക്സി എടുത്തു. നിങ്ങൾക്ക് ബസ് എടുക്കണമെങ്കിൽ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് കയറിയാൽ മതി. അതാകുമ്പോൾ റേറ്റ് വളരെ കുറവിൽ നമുക്ക് എത്താം. ജേർണി ടൈമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. കൂനൂർ എത്തുന്നതിന് മുന്നേ 14 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. ഇവിടെ എത്താനാകുമ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങും. ഞങ്ങൾ പോയ ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ തൊട്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. വൈകുന്നേരം 6 മണിക്കായപ്പോഴാണ് ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേയിലെത്തിയത്. സിൽവർ ഓക്ക് റിസോർട്ട്സ് എന്നാണ് ഇവിടുത്തെ ഈ സ്റ്റേയിൻ്റെ പേര്. ഇവിടെ 2 പേര് ഷെയർ ചെയ്യുന്ന ഒരു റൂമിന് 4700 രൂപയോളമായി. ഈ സ്റ്റേ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ റേറ്റിനുള്ള അത്രയും തോന്നിയില്ല. കാരണം ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് അല്ല. അങ്ങനെ ഞങ്ങൾ കൂനൂർ എത്തി. ഈ സ്റ്റേയിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുൾ തേയിലത്തോട്ടാണ്. ഈ ട്രിപ്പ് വന്നതിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ മുമ്പ് പലതവണ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഊട്ടിയിൽ ചെയ്യാത്ത 2 കാര്യങ്ങൾ ചെയ്യാനാണ് ഇത്തവണ വന്നത്. അതിൽ ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഊട്ടിയിലേക്ക് ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ടാണ് പോകുന്നത്. ടോയ് ട്രെയിൻ. അത് നാളെ രാവിലെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ നാളെ അവിടുന്ന് പറയാം. ഇപ്പോൾ ഇവിടെ അടുത്തൊരു സ്ട്രോബെറി ഫാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതായിരിക്കാം. സമയം ഒരു 6:15 ആയി. അപ്പോൾ അതൊരു 6:30 വരെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി വിചാരിച്ചു. ബ്രൂക്ക്ലൈൻ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണിത്. ഇവിടേക്ക് കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സ്ട്രോബെറി ഫാം എത്തും. ഇവിടെ നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ സമ്മതിക്കൊന്നുമില്ല. പിന്നെ സ്ട്രോബെറീൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ സൈഡിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ടീ ഫാക്ടറിയിലെത്താം. അപ്പം നിങ്ങൾക്ക് അവിടുത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് ടീ കോഫിയൊക്കെ വാങ്ങിക്കാം. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. 7:45 ഞങ്ങൾ ടോയ് ട്രെയിൻ. ഇവിടുന്ന് ഞങ്ങളുടെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വേണം അങ്ങോട്ട് പോകാൻ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ പോകാണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ കാണാം. ഞങ്ങളൊരു 7 കഴിഞ്ഞപ്പം കൂനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ട്രെയിൻ ഓൾറെഡി നിർത്തിയിട്ടുണ്ടായിരുന്നു. 7:45 എടുക്കുക. ഈ ട്രെയിൻ ജേർണി ആകെ 1.5 മണിക്കൂറോളം. ഇതിനിടയിൽ ആകെ 4 സ്റ്റേഷൻസോളം. ഞങ്ങൾ IRCTC വഴിയാണ് ഈ ട്രെയിൻ ബുക്ക് ചെയ്തത്. സ്റ്റേഷൻ്റെ കോഡ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ടിക്കറ്റിന് 365 രൂപയാണ് ആയത്. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തത്. പക്ഷേ ഈ ടോയ് ട്രെയിനിൽ സെക്കൻഡ് സീറ്റിംഗ് ടിക്കറ്റ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ കോച്ചിൻ്റെ വിൻഡോ കുറച്ചും കൂടെ വലിയതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫുൾ സൈസ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഊട്ടി എത്താനാകുമ്പം കുറച്ച് ടണൽസ് ഉണ്ട്. ഇതിൽ കെറ്റി ടണലാണ് കുറച്ച് ഫേമസ്. അവിടേക്ക് നമുക്ക് സെപ്പറേറ്റ് വരാൻ പറ്റിയിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ. പക്ഷേ ഇപ്പം പറ്റില്ല. അവിടെ പോലീസ് നിൽക്കുന്നുണ്ട് കയറുന്നിടത്ത് തന്നെ. അതുകൊണ്ട് അവർ നമ്മളെ കയറാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കെറ്റി ടണലിൻ്റെ ഒക്കെ അടുത്ത് സ്റ്റേസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അവിടെ നടന്ന് നിങ്ങൾക്ക് വരാൻ പറ്റും. ഉദകമണ്ഡലാണ് ഊട്ടി സ്റ്റേഷൻ. ഒരു 9 മണിയൊക്കെ ആയപ്പം ഊട്ടി എത്തി. അവിടെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് രുചി ഭവനും വെജ് റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോയി. ഇത് മെജസ്റ്റിക് ക്രൗൺ ആണ് ഹോട്ടൽ. ഇവിടുത്തെ റൂമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ 2 ഷെയറിംഗ് റൂമിന് 35 രൂപയാണ് ആയത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് വന്നത്. ഈ ട്രിപ്പിൽ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഊട്ടിയിലെ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം അതൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പൈൻ ഫോറസ്റ്റ് അവസാനിക്കുന്ന ഒരു പുഴയിലാണ്. ഇതിൻ്റെ ചുറ്റും പുഴയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന തലേക്കുന്ത പറഞ്ഞ സ്ഥലമില്ലേ, കുറേ യെല്ലോ ഫ്ലവേഴ്സല്ലേ, അത് നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫുൾ ഗ്രീൻ കളറായിട്ടാണ് കിടക്കുന്നത്. അതൊരു മാർച്ചിലൊക്കെ വന്നാലേ ഉള്ളൂ കാണാൻ പറ്റുള്ളൂ.
പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ അങ്കാര റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഇവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു, അതുകൊണ്ട് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഞങ്ങൾ ലൗഡേൽ സ്റ്റേഷനിലേക്ക് വന്നു. ഈ സ്റ്റേഷൻ നമുക്ക് ടോയ് ട്രെയിനിൽ വരുമ്പോൾ കാണാൻ പറ്റുമെങ്കിലും നമുക്ക് ഇറങ്ങാനുള്ള ടൈമില്ലല്ലോ. ടോയ് ട്രെയിനിൽ 1 മിനിറ്റോളം ഒരു സ്റ്റേഷനിൽ നിർത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേഷനിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ വന്നപ്പം 2 ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് ഞങ്ങൾ കണ്ടു. നല്ല കോടയൊക്കെയുള്ള ടൈമിലാണെങ്കിൽ ഈ സ്റ്റേഷൻ്റെ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ നല്ല രസമാണ്. കാരണം ഇതിന് 2 സൈഡിലും കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്റ്റേഷനാണിത്. പിന്നെ ഞങ്ങൾ കെറ്റി ടണൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷെ അവിടെ പോലീസുകാർ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മളെ കയറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാത്തതായിരിക്കും നല്ലത്. ഞങ്ങൾ ഊട്ടി സൈറ്റ് സീയിങ്ങിന് ഓട്ടോയാണ് ഡിപ്പെൻഡ് ചെയ്തത്. ഓട്ടോയ്ക്ക് ഇവിടെ നല്ല ചാർജാണ്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് വിളിക്കുന്ന ഓട്ടോക്കാരനോട് ഏതൊക്കെ സൈറ്റ്സാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം കൂടെ ചേർത്ത് റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അവസാനം ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്പോട്ടിലേക്കും 400-500 രൂപയൊക്കെ വെച്ചിട്ടാണ് ഓട്ടോക്കാർ വാങ്ങുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ആയ മോഡീസ് ചോക്ലേറ്റിലേക്കാണ് പോയത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് റീസൺ ഈ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള. ഇവിടുത്തെ ഈ ബെറി ചോക്ലേറ്റ് കൊള്ളാം, പക്ഷേ ഹോട്ട് ചോക്ലേറ്റ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ തിരിച്ചു പോരാണ്. സ്റ്റേയിലുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. ഇത്രയൊക്കെ ഓപ്ഷൻസേ ഉള്ളൂ. ഞങ്ങൾ റെഡ് ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് പോയത്. 3000 സംതിങ് റേറ്റാണ് ആയത്. നിങ്ങൾ നേരത്തെ പോവുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ടും കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് പോവാം. ഈ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.